മാലോത്ത് നിന്ന് ഞാൻ തിരിച്ച് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ഈ വേദിയിൽ ലത്തീഫ് സാഹിബ് ഇരിക്കുന്നതായി കണ്ടത്. അപ്പൊ ലത്തീഫ് സാഹിബിനൊന്ന് കാണാനും ഈ നാട്ടുകാരോട് നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ മാലോത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആയിഷുമ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ ഉമ്മ മരണത്തിലേക്ക് പോകും. ആ ഉമ്മയുടെ മകളാണ് ലിവർ നൽകുന്നത്. എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്ന് 25 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളൊരു ചാരിറ്റി വീഡിയോ ചെയ്ത് പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഏകദേശം 14 ലക്ഷം രൂപയോളം സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആശങ്ക എന്ന് പറഞ്ഞാല് ആ ഉമ്മയ്ക്ക് ഏകദേശം 61 വയസ്സ് പ്രായമുണ്ട്. ഓരോ നിമിഷം കഴിയുന്നോറും ആരോഗ്യനില വളരെ വഷളായിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് സർജറി നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യനില വളരെയധികം വഷളാവുകയും പിന്നീട് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കായി മാറിയാൽ പിന്നെ ഈ ഉമ്മയുടെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത്രത്തോളം നമ്മൾ പ്രയത്നിച്ചതും ഇത്രത്തോളം ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഉമ്മയ്ക്ക് ഫണ്ട് ശേഖരിച്ചതൊക്കെ വെറുതെയായി പോയി. ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓരോ കാരുണ്യ മനസ്കരായ ആളുകളുടെ മുന്നിലേക്കും എത്തിപ്പെട്ട് അവരുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിവരിച്ചുകൊണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും ഈ ഉമ്മയുടെ വളരെയധികം വിഷമതയാർന്ന ഈ ഒരു സങ്കടാവസ്ഥ എത്തിക്കണമെന്ന് ഓരോ ആളുകളുടെ മുന്നിൽ ചെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ ഉമ്മക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ആ സ്ഥിതിയിലാണ് ഇപ്പൊ ഇവിടെയും എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആ ഉമ്മയെ നിങ്ങൾക്കാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു നിങ്ങളുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉപയോഗിച്ച് പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ആ ഉമ്മ എന്റെ കൈ പിടിച്ച് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്റെ മക്കൾക്ക് ആരുമില്ല, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കൾ അനാഥരായി പോകും, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പൊ നമ്മുടെ ഉമ്മ നമ്മളോട് പറയുന്ന പോലുള്ള വലിയ രീതിയിലുള്ള ഒരു സങ്കടമാണ് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട്, എല്ലാവരോടും പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരും ആ ഉമ്മയെ സഹായിക്കണം, പറ്റുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തണം, പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വിവരം എത്തിക്കണം. ആ ഉമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ഒരു പ്രയത്നത്തിലാണ് നമ്മളൊക്കെ. ഈ ഒരു സമയം ആ ഉമ്മയെ സഹായിക്കാതെ മാറി നിന്നാൽ ആ ഉമ്മയുടെ മരണ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുക, ആ ഉമ്മയെ ചേർത്ത് പിടിക്കുക. നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.